DCB മീഡിയയുടെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. PM കിസാൻ നിധിയുടെ 20ാമത് ഗഡു വിതരണ ദിവസത്തെക്കുറിച്ചും കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കുന്നതുമായും ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക. ആദ്യത്തേത്, കർഷകർ ഇപ്പോൾ കൃഷിഭവനുകളിൽ ചെന്ന് അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള തിരക്കിലാണ് പലയിടത്തും. ഇത് പൂർത്തിയായില്ലെങ്കിൽ കിസാൻ നിധിയുടെ 20ാമത് ഗഡു ലഭിച്ചില്ലെങ്കിലോ എന്നോർത്താണ് പലരും കൃഷിഭവനുകളിൽ ചെന്ന് ഇത് പൂർത്തിയാക്കുന്നത്. എന്നാൽ 20ാമത് ഗഡു ജൂണിൽ തന്നെ എത്തുമ്പോൾ കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കുന്നതിന് ജൂലൈ 31 വരെ സമയമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് 20ാമത് ഗഡു നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുവാൻ അതൊന്നും ഒരു തടസ്സമല്ലെന്നർത്ഥം. അതുമാത്രമല്ല, കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറ്റൊരറിയിപ്പ് കൂടി എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതുവരെ കർഷക രജിസ്ട്രിയിൽ ചേർന്നിരുന്നത് കൃഷിഭവനുകളിൽ എത്തിയായിരുന്നു. എന്നാൽ ഇനി കർഷക രജിസ്ട്രേഷൻ അക്ഷയ കേന്ദ്രങ്ങളിലും CSC സെന്ററുകളിലും ചെന്ന് പൂർത്തീകരിക്കാവുന്നതാണ്. അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ എത്തി അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്റ്ററിൽ പേര് ചേർക്കുന്നതിന് നിങ്ങളുടെ കയ്യിലുണ്ടാകേണ്ട രേഖകൾ: ഒന്നാമതായി നിങ്ങളുടെ ആധാർ നമ്പർ, അതുപോലെ ഭൂമിയുടെ കരമടച്ച രസീത്, അതിൽ നിങ്ങളുടെ ബ്ലോക്ക് നമ്പർ, സർവേ നമ്പർ, സബ് ഡിവിഷൻ എന്നിവ ഉണ്ടാകണം. പിന്നെ നിങ്ങളുടെ റേഷൻ കാർഡ് നമ്പറും വേണം. ആധാറുമായി ലിങ്ക് ചെയ്ത ഫോൺ. ഇത്രയും രേഖകൾ വെച്ച് നിങ്ങൾക്ക് ഓൺലൈനായി ഇപ്പോൾ അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്റ്ററിൽ പേര് ചേർക്കുവാനുള്ള സംവിധാനം വന്നിരിക്കുകയാണ്. അവസാനം നിങ്ങൾ ഒരു സൈൻ കൂടി ചെയ്യണം. ആധാർ നമ്പർ വെച്ച് അക്ഷയ ഓൺലൈൻ സേവാ കേന്ദ്രങ്ങളിലൂടെ നിങ്ങൾക്കത് ചെയ്യുവാൻ സാധിക്കും. സൈൻ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്കൊരു എൻറോൾമെന്റ് ID ക്രിയേറ്റ് ആകുന്നതാണ്. അതാണ് നിങ്ങളുടെ ഫാർമർ രജിസ്ട്രി നമ്പർ. ഈ ഫാർമർ ID നിങ്ങൾക്ക് കിസാൻ നിധി ഉൾപ്പെടെ വിവിധ സർക്കാർ കാര്യങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കുമായി ഉപയോഗിക്കാം. കൃഷിഭവനുകളിൽ മറ്റ് തിരക്കുകൾ ഉള്ളതിനാൽ ഇപ്പോഴും പലർക്കും രജിസ്റ്റർ ചെയ്യുന്നതിന് സാധിച്ചിരുന്നില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇത് പൂർത്തീകരിക്കാവുന്നതാണ്. ആകെയുള്ള ഒരു വ്യത്യാസം, കൃഷിഭവനുകളിൽ രജിസ്ട്രേഷൻ ഫ്രീ ആയിരുന്നെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ അവരുടെ സേവനത്തിന് ചെറിയൊരു ഫീസ് ഉണ്ടായിരിക്കുമെന്ന് മാത്രമാണ്. അടുത്തത് 20ാമത് ഗഡുവിന്റെ വിതരണവുമായി ബന്ധപ്പെട്ടതാണ്. 2025 ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ എന്നീ 4 മാസങ്ങളിലെ ഗഡുത്തുകയാണ് ഇപ്പോൾ വരുവാൻ പോകുന്നത്. സാധാരണഗതിയിൽ 3ാം മാസത്തിലാണ് ഗഡുത്തുകകളുടെ വിതരണം പൊതുവെ ഉണ്ടാകാറുള്ളത്. കഴിഞ്ഞ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ ഗഡുത്തുക എത്തിച്ചേർന്നത് ഫെബ്രുവരി മാസത്തിലായിരുന്നു. അതുപോലെ 20ാമത് ഗഡുത്തുകയായ 2000 രൂപയും ജൂൺ മാസത്തിൽ എത്തിച്ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇതിന്റെ ഭാഗമായി പേയ്മെന്റ് ലിസ്റ്റുകളൊക്കെ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് അപ്ഡേഷൻസ് ഒക്കെ കിസാൻ നിധി പോർട്ടലിൽ നടന്നുവരികയാണ്. 19ാമത് ഗഡുത്തുക ലഭിച്ചവർക്കൊക്കെ മറ്റൊന്നും ചെയ്യാതെ തന്നെ 20ാമത് ഗഡുവും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. 20ാമത് ഗഡു വിതരണത്തിന്റെ തീയതി പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ജൂൺ 20ാം തീയതിയാണ്. അന്ന് പ്രധാനമന്ത്രിക്ക് ഒരു പൊതു പരിപാടിയുണ്ട്. എന്നാൽ ഔദ്യോഗികമായി ഇതിന്റെ അറിയിപ്പ് വന്നിട്ടില്ല. വരും ദിവസങ്ങളിൽ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം എത്തുമെന്ന് കരുതുന്നു. കൂടാതെ PM കിസാൻ നിധി ഗുണഭോക്താക്കളുടെ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ ഫോണിലേക്കും വിതരണ തീയതിയും സമയവും അറിയിച്ചുകൊണ്ടുള്ള മെസ്സേജുകളും തൊട്ടുമുൻപുള്ള ദിവസങ്ങളിൽ ലഭിക്കുന്നതാണ്. മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.